ഇപ്പോഴും നല്ല ക്ലീൻ ആയിട്ടോ ഇരിക്കുന്നത്. മിററിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികം. അപ്പോൾ ഇത് പാൻട്രിയാണ് കേട്ടോ. ഇവിടുത്തെ വെയിലിന് ഭയങ്കര ശക്തി ഉണ്ട് കേട്ടോ. പുറത്ത് ഇങ്ങനെ ഈ സൈഡിൽ ഡോറിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലടിക്കുക, നല്ല ശക്തിയുള്ള വെയിലാണ്. നമ്മളെ നാട്ടിൽ ഭയങ്കര മഴ, ഇവിടെയൊക്കെ ഭയങ്കര വലിയ വെയിലുമാണ് കേട്ടോ. തിളച്ച് നിൽക്കുന്ന സൂര്യൻ. അരക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളുമാണ്. നല്ല രസമാണ് കേട്ടോ ഈ കുട്ടികളൊക്കെ. ഏതോ ചരക്ക് ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു വിവേക് എക്സ്പ്രസ് ഉണ്ടല്ലോ, 9 സ്റ്റേറ്റ് കടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് കയറി കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പിന്നെ ഒഡീസ, ജാർഖണ്ഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, നാഗാലാൻഡിൻ്റെ ചെറിയൊരു പോർഷനും കൂടെ പോകുന്നുണ്ട്, പിന്നെ ആസാം കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ് കടന്നിട്ടാണ് ഈ ഒരു വിവേക് എക്സ്പ്രസ് പോകുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റൂട്ട് പോകുന്ന ഒരു ട്രെയിനും കൂടിയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു ട്രെയിനിന് വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. എല്ലാവരും പറയപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ പറയപ്പെടുന്നത് ഒരു പാൻ പരാഗ് ട്രെയിൻ എന്നാണ്. ആ ഒരു പേരിലും വൃത്തിയുടെ കാര്യത്തിലും ഫേമസ് ആയിട്ടാണ് ഈ ഒരു ട്രെയിൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ കൂടെയാണ് നമ്മുടെ ഈ വിവേക് എക്സ്പ്രസ് കടന്നു പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഗുവാഹത്തിയിൽ ഇറങ്ങും. ഗുവാഹത്തിയിൽ ഇറങ്ങിയിട്ടും 2 ദിവസം വേണം ദിബ്രുഗഡ് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ദിബ്രുഗഡ് പറഞ്ഞ സ്ഥലം നമ്മുടെ ആസാമിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗുവാഹത്തി ഇറങ്ങിയിട്ട് നേരെ മേഘാലയ, ഷില്ലോങ് ആ വഴി പോകണം. ഈ ട്രെയിൻ നേരെ ദിബ്രുഗഡിലേക്ക് പോകും. നല്ല പൊരിഞ്ഞ വെയിലാണ് കണ്ടോ. ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, നാഗാലാൻഡ് ജസ്റ്റ് ടച്ച് ചെയ്യുന്നുണ്ടോ, അവിടെ സ്റ്റോപ്പ് ഒന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഡിമാപൂരും അതുപോലെ തന്നെ ദിപ്പുമാണ് അവിടുത്തെ സ്റ്റോപ്പ് വരുന്നത്, അവിടെ നിർത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ ദിമാപൂരാണ് എന്താ പറയുക നാഗാലാൻഡിലത്തെ ലാർജസ്റ്റ് സിറ്റി. അപ്പോൾ അത് ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പാൻട്രി ഉണ്ടല്ലോ, അത്യാവശ്യം ക്ലീനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. പിന്നെ അവർ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നതൊക്കെ. പക്ഷെ വായിൽ ഈ സംഭവം അങ്ങനെ ചതച്ചൊന്നിരിക്കും, ഇത്രേ ഉള്ളൂ. അതൊക്കെ നമുക്കൊരു ഇതാണ്. ഞാനിതുവരെ ഫുഡ് ട്രെയിനിൽ കഴിച്ചിട്ടില്ല. ഇനി 2 ദിവസം കൂടെ ഉണ്ടല്ലോ, നോക്കാം എന്താവുന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ വിളിച്ചിരിക്കാനോ. പിന്നെ വിജയവാഡ എത്തിയിട്ടോ. സത്യത കണ്ടപ്പോൾ എനിക്കും നമ്മുടെ ഭാരതപ്പുഴ പോലെ തോന്നി. ഇത് ഏതാ പുഴന്നൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അതെ, ആ ബ്രിഡ്ജ് കണ്ടോ, അത്യാവശ്യം ലെഗ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കയറിയത് അതിൻ്റെ ഉള്ളിൽ നോ പ്രോബ്ലം. പറഞ്ഞ ആസാമി കുട്ടികൾ ഇതാണ്. ഒരുത്തനവിടെ മുഖം മറച്ചിരിക്കാണ്. ഇവര് യോഗ ട്രെയിനിങ്ങിന് പോയി വന്നാട്ടോ, കന്യാകുമാരിയിലായിരുന്നു. हाय, हम लोग असम से कन्याकुमारी आए थे नेशनल योगा ओलंपियाड के लिए और यहाँ आके बहुत अच्छा लगा और हम लोगों को जाने का मन नहीं था तभी, तो इसलिए हमारा मूड ऑफ है, बट घर तो जाना ही पड़ेगा इसलिए आ रही हूँ और ट्रैवल करके बहुत मजा आया। माय नेम इज अनुभूति बड़ा। हाँ, नेम बोलो, नेम बोलो। माय नेम इज ബോണിൻ ഹദരിക. എന്ത് രസാ നോക്കിയതിനെ കാണാൻ.
You look so good. Hi, my name is Nisarani Gogoi. Are you from Assam? Which state? Place? Assam se? Sibsagar. ഇവിടെ ഞാൻ കുറച്ച് വാക്കൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഹൗ ആർ യു എന്നുള്ളതൊക്കെ എങ്ങനെയാന്നുള്ളത് ആസാമിൽ ഞാൻ ചോദിക്കുകയാണേ. असम में व्यू बहुत फेमस है और असम में बहुत कुछ है, बता नहीं सकती, बट बहुत असम बहुत सुंदर है। असम में बहुत सारा पेड़ पौधे हैं और बहुत सुंदर है असम। നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവരെയൊക്കെ കാണാൻ. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഭയങ്കര നാണാണ് കേട്ടോ. കണ്ട എന്റെ വീഡിയോ എടുക്കണ്ടെന്നാ പറയണത്. കണ്ട കുട്ടികള് നല്ല രസമുണ്ട് കേട്ടോ കുട്ടികള്. ഇവർ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ബ്രദർ ആൻഡ് സിസ്റ്റർ പോവാണ്. നമ്മളിപ്പോ വിജയവാഡ എത്തി കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മനസ്സിലാക്കാൻ അസാമി ലാംഗ്വേജ്. രണ്ട് സിക്കിംകാരനെയും പരിചയപ്പെട്ടു. സിലിഗുഡിയുള്ള രണ്ടുപേരും. ആസാം, സിലിഗുഡി അല്ല സിക്കിം. നമ്മൾ ഡൽഹി, മുംബൈ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഇവരെയൊന്നും കാണാറില്ല. പക്ഷെ ഈ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങോട്ടുള്ള ആൾക്കാരായതുകൊണ്ടേ ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ്. ഇവിടെ വെള്ളം നിറയ്ക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് പിന്നെ നമ്മൾ നേരത്തെയാണ് എത്തിയത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിർത്തിയിടും തോന്നുന്നുണ്ട് വെള്ളം ഫില്ല് ചെയ്യാനും. നമ്മൾ നേരത്തെ എത്തിയല്ലോ. നമ്മളുണ്ട് ഓൺ ടൈം ആയിരിക്കുന്നത്. ഓൺ ടൈം അല്ല, നേരത്തെ എത്തി. അതുകൊണ്ട് ഞങ്ങൾ എവിടെ പരിപാടി എത്തിച്ചാലും ഇല്ല, ഞങ്ങൾ വരുമ്പോൾ ലേറ്റ് ആവാറേ ഇല്ല കേട്ടോ. നമ്മുടെ സിക്കിമിലത്തെ ആൾക്കാർ മുടിയൊക്കെ മുടഞ്ഞ് നല്ല ഭംഗിയിൽ കെട്ടി 4 മടച്ചിലൊക്കെ മുടങ്ങി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്കെൻ്റെ മുടി ചീകിയായിരുന്നു, പക്ഷേ എൻ്റെ മുടി കുഞ്ചിരിക്കുമ്പോൾ പോലെ കുറച്ചേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ മുടഞ്ഞ് സ്ട്രീക്കാക്കിയത്. അത് നല്ല മുടിയാണ് കേട്ടോ. ഈ സിക്കിമിലാണ് കേട്ടോ. ഞങ്ങള് സംസാരിക്കുമായിരുന്നു, നല്ല കമ്പനിയായി. ആള് എറണാകുളത്ത് കയറിയതാണ്. ഇവരവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി. ഇവർക്ക് രാത്രിയാണ് ഫുഡ് കഴിപ്പ്. കേസിനെ കാണാണ്ടെന്നറിയില്ല. ഞാൻ എന്തായാലും എല്ലാവരും അവിടെ കിടന്നു കേട്ടോ. പിള്ളേർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരു സീക്രട്ടായിരുന്നു ഫുഡ് കഴിക്കുക. അപ്പോൾ ഇനി എന്തായാലും നാളെ കാണാം.